അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മളിട്ട വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കാണുക. അതുപോലെ ഇപ്പം തന്നെ നമ്മുടെ വ്ളോഗിനൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എണീച്ചത് 5 മണിക്കാണ്. 5 മണിക്ക് എണീച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഞാൻ നേരെ കിച്ചണിലോട്ട് പോയിട്ടോ. എന്താ പറയുക, അയാൻകുട്ടിക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അവിടെ വെക്കണം. അവനിപ്പോൾ ഫുട്ബോൾ ക്യാമ്പിന് പോകുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ബ്രെഡും പീനട്ട് ബട്ടറും കൂടെ ആക്കിയിട്ട് അങ്ങനെ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ എൻ്റെ വാട്ടർ ബോട്ടിലും പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. റിഹാൻ്റെ പിന്നെ അവൻ തന്നെ റെഡിയാക്കി വെക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഡ്രസ്സെല്ലാം മാറ്റിയിട്ടാണ്. ഞാനിപ്പോൾ 5 സ്ലീവിൻ്റെ ഒരു 2 ടീഷർട്ട് മേടിച്ചിട്ടുണ്ട്. നല്ല കംഫർട്ടാട്ടോ ഇതിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിട്ടിട്ടാണ്, ഇത് മാത്രമല്ല എല്ലാം മാറ്റി മറിച്ച് ഇങ്ങനെ ഇടും. ഒരുപാട് കാലം ഒരു ടൈപ്പ് ഡ്രസ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മാതിരിയാണ്. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുത്തിയത് കേട്ടോ. എന്നിട്ട് വേഗം ടർക്കിയും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കിയാണ്ട് വയ്ക്കുന്നുണ്ട്. എന്തിനാണ് ജിമ്മിൽ പോണത് എന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറയാലോ, തടി കുറഞ്ഞിട്ടില്ലെങ്കിലും നമ്മളൊരു മെൻ്റലി ഹെൽത്തായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്, സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്, കോൺഫിഡൻറ്റ് ലെവൽ കൂടി വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമുക്ക് ജിമ്മിൽ. പിന്നെ നമ്മൾ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നതും നമ്മൾ കുറച്ച് ആൾക്കാരെ കണ്ട് സംസാരിച്ച് ആ ഒരു വൈബ് വേറെ തന്നെയാണ്. അത് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് അങ്ങനെ കിട്ടൂല. നമ്മളെ എപ്പോഴും കാണുന്ന മുഖങ്ങൾ മാത്രം. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം. പക്ഷേ അത്രയ്ക്ക് ഫ്രണ്ട്സൊന്നും എനിക്കില്ല, ജസ്റ്റ് ഹായ് ബൈ ഫ്രണ്ട്സാണ് ഉള്ളത്. എന്നാലും കൂടെ നല്ല ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് അവിടെ പോകുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, ഞാനിപ്പം എൻ്റെ തടി കുറഞ്ഞിട്ടില്ല എന്നുള്ളൊരു വിഷമത്തിലോ ഒന്നും ഞാൻ ജിമ്മ് നിർത്താൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല ചേഞ്ച് വന്നത് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളവിടുത്തെ ഫസ്റ്റ് ബസ്സാണ് കേട്ടോ പോയത്. അങ്ങനെ ഞങ്ങളിതാ നേരെ എന്താ പറയുക ജിമ്മിലോട്ട് പോവുകയാണ്. ഇനി എന്താണ് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ജിം ഓപ്പൺ ആക്കാറുണ്ട് കേട്ടോ. ഇനി അവിടെ പോയിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന വ്ളോഗൊക്കെ എടുക്കണം വിചാരിച്ചാണ്. പക്ഷേ ഞാൻ ട്രൈപോഡിൽ സ്റ്റാൻഡ് ഇങ്ങനെ ഫിറ്റ് ചെയ്യില്ലേ, അതെടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് ഇന്ന് വേണ്ട, ജസ്റ്റ് ഇന്ന് ഇങ്ങനെയൊക്കെ എടുത്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ജിമ്മിൽ എന്താ ഷോൾ ഇടാത്ത എന്ന് ഇടാറില്ലേ ഇങ്ങനെയൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. ജിമ്മിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഷോൾ ഇടാറില്ല കേട്ടോ. എനിക്ക് പറ്റുന്നില്ല അങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ, അതുകൊണ്ട് ഞാൻ ഇടാറില്ല. പിന്നെ അവിടെ വരുന്ന ആൾക്കാർ ഞാൻ ഷോൾ ഇട്ടിട്ടുണ്ടോ, ഞാൻ അതിട്ടിട്ടുണ്ടോ, ഞാൻ ഇതിട്ടിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരല്ല. അവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു, അവർ പോകുന്നു, നമ്മളും നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മൾ. അതിൻ്റെ ഇടയിൽ ഞാനൊരു കമൻറ്റ് കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിമ്മിൽ പോകുമ്പോഴാണോ ഷോൾ ഇടാത്തത്, അതോ റോട്ടിലൂടെ നടന്നു പോകുമ്പോഴാണോ ഷോൾ ഇടാത്തത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ് ഞാൻ കണ്ടു കേട്ടോ. ഒരു മിനിറ്റ് ഞാനൊന്ന് നോക്കട്ടെ. അതായത് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പം അതിൽ വന്ന കമൻറ്റ് ഇങ്ങനെയായിരുന്നു, പോയി തല മറക്കാതെ ആയി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ജിമ്മിൽ തലയിലിടാൻ എനിക്ക് പറ്റാറില്ല, കാരണം ഞാൻ ഇങ്ങനത്തെ ഷോൾസാണ് യൂസ് ചെയ്യാറ്. ഇത് തലയിൽ അങ്ങനെ നിൽക്കുന്ന ഷോളല്ല. പിന്നെ കുത്തിയിട്ടൊന്നും ഓരോരുത്തർക്ക് ഓരോ ടൈപ്പ് രീതികളായിരിക്കും, ഓരോ ടൈപ്പായിരിക്കും കംഫർട്ട്. എന്നെക്കൊണ്ടത് പറ്റുന്നില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഷോൾ ഇടാൻ, അതായത് ഞാൻ എൻ്റെ കഴുത്തിലൂടെ ഷോൾ ഇടും, തല മറക്കില്ല എന്ന് മാത്രം. അതുപോലെ ഇത്രയും ഞാനിപ്പോൾ ചെയ്യുന്ന ജോലികളൊക്കെ ഈ തലയിൽ ഷോൾ ഇട്ടിട്ട് ഈ പറഞ്ഞ വ്യക്തികൾക്ക് ചെയ്യാൻ പറ്റുമോ, അതൊന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം. കാരണം നല്ല ബുദ്ധിമുട്ടാണ് കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഷോൾ ഇട്ടിട്ട് കിച്ചണിൽ നിൽക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ തന്നെ വീഡിയോ കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഷോൾ എടുത്തിട്ട് അവിടെ ഇടാറുണ്ട്. കിച്ചണിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം കേട്ടോ. അത് വീഡിയോയിൽ ഇനിയിപ്പോൾ പർദ്ദി മഫ്തിയൊക്കെ ഇട്ടിട്ട് വരുന്ന ആൾക്കാർക്ക് പോലും ബുദ്ധിമുട്ടായിട്ടാണ് അവർ ഈ കമൻറ്റും കാര്യങ്ങളൊക്കെ പേടിച്ചിട്ട് തന്നെയാണ് അവർ അങ്ങനെ വരുന്നതും അങ്ങനെ വീഡിയോസ് ഇടുന്നത് കേട്ടോ. ഞാൻ ഒരുപാട് പേര് അങ്ങനെ കണ്ടിട്ടുണ്ട്, തലയിൽ ഫുള്ളായിട്ട് കുത്തിയിട്ട് കിച്ചണിൽ നിന്നിട്ട് വർക്ക് ചെയ്യണത്. പക്ഷേ അതിൻ്റെ ബുദ്ധിമുട്ട് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഞാൻ ന്യായീകരിക്കുകയല്ല കേട്ടോ, എനിക്ക് പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അതിനെ
ന്യായീകരിക്കുന്നുമില്ല എന്നാൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം. ജിമ്മിലോട്ട് പോകുമ്പോഴാണോ ജിമ്മിൽ എത്തിയിട്ടാണോ തല മറക്കാൻ, റോട്ടിലൂടെ നടന്നു പോകുമ്പോഴാണോ ബുദ്ധിമുട്ട് എന്നൊക്കെ ചോദിച്ചിട്ടൊരു കമൻറ്റ് കണ്ടു. അയാൾ മേ ബി ചിലപ്പോൾ ഞാൻ പോകുന്നത് കാണുന്ന ഒരാളായിരിക്കും. അങ്ങനത്തെ ഒരാൾ കമൻറ്റ് ഇട്ട പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇത് കാണുമ്പം. പിന്നെന്താണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് തല മറച്ചിട്ടും ചെയ്യാം, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന വ്ളോഗുകൾ നമ്മുടെ വ്ളോഗിൽ ആഡ് ചെയ്യാത്തത്. വെറുതെ ഇനി എനിക്ക് കുറേ നെഗറ്റീവ് വാരി കൂട്ടണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. എന്നോട് കുറച്ച് ആൾക്കാരൊക്കെ നേരത്തെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വ്ളോഗ് ചെയ്യുമോ എന്നൊക്കെ. ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, കാണാത്ത പോലെ ഇരിക്കാറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വന്ന പാടേതാ വേഗം ഒരു വീഡിയോ ഓണാക്കി വെച്ചേക്കും കേട്ടോ. ആദ്യം തന്നെ ഞാനിപ്പോൾ മൂപ്പൻസ് വ്ളോഗിൻ്റെ റിയാക്ഷൻ വീഡിയോസ് കാണാറുണ്ട്, പിന്നെ വേറൊരാളുടെയും കൂടി കാണാറുണ്ട്. കൈസിൻ്റെ എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമൊന്നുമില്ല കേട്ടോ കാണാൻ. എന്താ പറയുക, എന്നാലും ഞാൻ ഇടയ്ക്ക് കാണും. കമൻറ്റ് ഒന്നും ആർക്കും ഇടാറില്ല. ഒരു പ്രാവശ്യം മൂപ്പൻ വ്ളോഗിൽ മാത്രം ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ അരിയൊക്കെ എടുത്തിട്ട് വന്നു. ഇനി നമുക്ക് ചോറ് വയ്ക്കണം. കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഞാൻ ചോറാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ ബിഗ് ബോസിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരുപാട് പേര് ബിഗ് ബോസ് കാണാറുണ്ട്. 24/7 24x7 എന്തോ ഒരു സംഭവമില്ലേ, അതടക്കം കാണാറുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ എപ്പിസോഡ് മാത്രമേ കാണാറുള്ളൂ കേട്ടോ, ലൈവ് ഞാൻ കാണാറില്ല. എന്നെക്കൊണ്ട് പറ്റത്തില്ല ലൈവൊന്നും അത്രയും സമയം ഇരുന്ന് കാണാൻ. പിന്നെ സമയമില്ലല്ലോ, എന്തിനാണ് അത്രയൊക്കെ സമയം? നമുക്ക് ഒരു എപ്പിസോഡിൽ തന്നെ അന്നത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. പിന്നെ എൻ്റെ ഭർത്താവിനെ കാണുമ്പോൾ പാവൻ നവാസിനെ പോലെ എനിക്ക് തോന്നിയെന്ന്. അയ്യോ, അയാൾ മരിച്ചു അല്ലേ. അയാളുടെ എന്താ പറയുക, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ ചായപ്പൊടി ഏതാ ചോദിച്ചു, താജ്മഹലാണ് കേട്ടോ. വലിയ ജീരകം നമ്മുടെ ബീഫ് കറിയിൽ തേങ്ങ വറുക്കുമ്പോൾ ഇടാറുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും വലിയ ജീരകം ഇട്ടിട്ട് ചെയ്യുക. ഞാൻ കൺഫ്യൂഷനായിപ്പോയി എനിക്ക് ഇടണോ വേണ്ടിയോ എന്നുള്ളത്. അങ്ങനെ കുട്ടികൾക്കുള്ള ലഞ്ച് ബോക്സിലേക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഉള്ളി മസാല ഉണ്ടാക്കിയിട്ട്, ഉള്ളി റോസ്റ്റ് ഉണ്ടാക്കില്ലേ എഗ്ഗൊന്നും ഇടാണ്ട്, അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ചോറും അങ്ങനെയാണ് കൊടുക്കുന്നത്. പിന്നെ പലരും പറയുന്നത് കേൾക്കാതിരുന്നാൽ നല്ലത്. പൊറോട്ട, പിസ്സ, അയൻകുട്ടി അതിലൊക്കെ വീഴും. അതെ, പലരും പറയുന്നത് കേൾക്കാതിരുന്നാൽ വളരെ നല്ലത്, മൈൻഡിലോട്ട് എടുക്കാണ്ടിരുന്നാൽ വളരെ നല്ലത്. നമ്മുടെ മൈൻഡിൽ ആത്മാർത്ഥമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഇതാണ് ഞാൻ എൻ്റെ മൈൻഡിലോട്ട് ഞാൻ കയറ്റി വെക്കാറ്. ഞാൻ ബാക്കിയുള്ളവരുടെ ഇഷ്ടത്തിന് റെസ്പെക്റ്റ് കൊടുക്കുന്നു, അതോടുകൂടി തന്നെ ഞാൻ എൻ്റെ ഇഷ്ടങ്ങളും ചെയ്യുന്നു. എൻ്റെ പൂർണ്ണമായിട്ടുള്ള ഇഷ്ടങ്ങൾ ഞാൻ ചെയ്യാറില്ല. കാരണം നമ്മളൊരു ഫാമിലിയിൽ ഇരിക്കുമ്പം ഒരുപാട് അണ്ടർസ്റ്റാൻഡും അഡ്ജസ്റ്റ്മെൻറ്റും ഒക്കെ വേണ്ടി വരും കേട്ടോ. അഡ്ജസ്റ്റ്മെൻറ്റും വേണ്ടി വരും. പലരും അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല, അഡ്ജസ്റ്റ് ചെയ്യരുത് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വേണ്ടി വരുന്നുണ്ട്, പല ഫാമിലിയിലും വരുന്നുണ്ട്. ഒരുപാട് അങ്ങല്ല, നമ്മളെ ഇട്ട് ചവിട്ടി താഴ്ത്തുന്ന രീതിയിലൊന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ ഒരുപാട് കേസ് അങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ. നമുക്ക് നമ്മുടേതായ വാല്യൂ, നമ്മുടേതായ സ്പേസ് ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതൊരു ഇഷ്യൂ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ തമ്മിൽ ബന്ധമില്ലാണ്ട് എന്തൊക്കെയോ പറഞ്ഞു പോകുന്നത് പോലെ എനിക്കെന്നെ തോന്നുന്നു. നമുക്ക് കുറേ കമൻറ്റ്സ് ഉണ്ട്, അപ്പോൾ അതൊന്ന് നോക്കാം. പള്ളിയിൽ എത്ര പേർക്കാണ് ഫുഡ് കൊടുക്കേണ്ടത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ 3 പേര്, ഉച്ചയ്ക്ക് 3 പേര്, രാത്രി 2 പേരായിരുന്നു കേട്ടോ കൊടുക്കാനുള്ളത്. പിന്നെ ബിഗ് ബോസ് കാണാറുണ്ട്, ഹോട്ട്സ്റ്റാറിലാണ് കാണാറുള്ളത്. ഐ ലൈക്ക് യുവർ വ്ളോഗ്സ് എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ബീഫ് കറി എനിക്കും ജിനിയെപ്പോലെ പാചകം ചെയ്യണം. മാഷാ അല്ലാ, എനിക്ക് കാണുമ്പോൾ അസൂയയാണ്. എനിക്ക് ഭയങ്കര മടിയാണ് ഭക്ഷണം ഉണ്ടാക്കാൻ. എത്ര സ്നേഹത്തോടെയാണ് ജിനി ഫുഡ് ഉണ്ടാക്കുന്നത് എന്ന് പറയും. ഫുഡ് ഉണ്ടാക്കി അത് എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കുക, ആരെങ്കിലും വരുമ്പോൾ ഇതാ കഴിച്ചിട്ട് പോവാ എന്ന് പറയുക. ഇതെല്ലാം നമ്മുടെ ഒരു എന്താ അതിന് പറയുക, ഒരു സ്വഭാവമാണ്, ഒരു പാരമ്പര്യമായിട്ട് കിട്ടിയൊരു സ്വഭാവം എന്നൊക്കെ പറയില്ലേ. ഞാൻ ജനിച്ചു വളർന്ന തറവാട്ടിലും ഇങ്ങനെ തന്നെയായിരുന്നു. ആര് വന്നാലും ഫുഡ് കൊടുക്കാണ്ട് പറഞ്ഞു വിടില്ല. എൻ്റെ ഉമ്മയും അങ്ങനെ തന്നെയായിരുന്നു, ആര് വന്നാലും ഫുഡ് കൊടുക്കാണ്ട് പറഞ്ഞു വിടില്ല. കഴിക്കണ നേരത്ത് വന്നു കഴിഞ്ഞാൽ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു, എന്താണോ വീട്ടിലുള്ളത് അങ്ങനെ കഴിച്ചിട്ട് പോയാൽ മതി എന്നുള്ള ഒരു ഇതാണ്. പക്ഷെ ഞാനിവിടെ ഗസ്റ്റുകൾ വരുമ്പോൾ ഞാൻ നേരത്തെ കൂട്ടി ഒന്ന് പറയണേ, നമുക്ക് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ. കാരണം
എൻ്റെ അടുത്ത് നിന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് ടൈം വേണ്ടി വരില്ലേ. അപ്പോൾ ഞാൻ വരുന്നവരോട് അല്ലെങ്കിൽ ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഒന്ന് പറയണമെന്ന് പറയും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല പറയാം, നമ്മളിവിടെ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ, പുറത്തു പോയിട്ടുണ്ടാവും എന്ന രീതിയിലാണ് കേട്ടോ അവരോട് അങ്ങനെ നമ്മൾ പറയാറ്. അപ്പോൾ വരുമ്പോൾ ഒന്ന് വിളിച്ച് പറയണേ, കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ ദോശയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ സംസാരിക്കണതിൻ്റെ ഇടയിൽ എൻ്റെ ബ്ലോഗ് എവിടെ എത്തിയെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. റിഹാനൊക്കെ പോയില്ലേ? ഓക്കെ, അപ്പോൾ വേഗം ദോശയൊക്കെ ഉണ്ടാക്കി ഞങ്ങളും കൂടെ കഴിച്ചെടുക്കണം കേട്ടോ ഇനി. അപ്പോൾ കുക്കിങ്ങിന് മടി വരാതിരിക്കാൻ വെറൈറ്റി ഐറ്റംസ്, സിമ്പിൾ ഐറ്റംസ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ നാട്ടിലെ ഫ്രഷ് സ്പൈസസ് പൗഡേഴ്സ് മല്ലി വാങ്ങിക്കാൻ കിട്ടില്ലേ? അപ്പോൾ അത് വാങ്ങിയാൽ പോരെ. എൻ്റെ ഫോണിൽ ഒരുപാട് ലൈന് വീണ കാരണം എനിക്ക് കമൻറ്റ്സ് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് എന്ന് പറയുന്നത്. പിന്നെ എത്ര ദിവസമാണ് പാൽപ്പാട സ്റ്റോർ ചെയ്യുന്നത്? അങ്ങനെ എത്ര ദിവസം എന്നല്ല, ഒരു പാത്രം ഫുള്ളായി കഴിഞ്ഞാൽ ഞാനതെടുക്കും. ആ പാത്രം ഫുള്ളാവുന്നത് എത്ര നേരത്തെ ആവുന്നോ അത്ര നേരത്തെ എടുക്കും. അല്ല പതുക്കെ ആവുമെന്ന് വെച്ചാൽ പതുക്കെ എടുക്കും. പക്ഷെ ഒരുപാട് പഴകാൻ വെക്കാനും പാടില്ല, ഫ്രീസറിൽ കയറ്റി വെച്ചാൽ മതി അപ്പോഴത്തേക്കും. അങ്ങനെയാണെങ്കിൽ കേട്ടോ നമുക്ക് നല്ല നെയ്യും കിട്ടും, പിന്നെ ബട്ടർ ഉണ്ടാക്കാം. പിന്നെ അത് നമ്മൾ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് നല്ല ഫ്രഷ് ആയിരിക്കും കേട്ടോ. പിന്നെ ഫുഡ് കഴിച്ച അഭിപ്രായം നല്ലതാണെങ്കിൽ നല്ല സന്തോഷമാണ്. ദെൻ വറുക്കുമ്പോൾ ഫെനൽ സീഡ്, തേങ്ങ വറുക്കുമ്പോൾ ഫെനൽ സീഡ് ചേർക്കുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇടിയപ്പം ഇഡലി തട്ടിലാണ് ഉണ്ടാക്കാറ്. ഓക്കെ, എൻ്റെ ലൈന് വീണ കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും നിങ്ങൾ ഇടണം കേട്ടോ. അതുപോലെ ബിഗ് ബോസ് സീസൺ എല്ലാം കാണും, 24/7 കാണാറുണ്ട്. ബിഗ് ബോസിൽ പോകാൻ ഇഷ്ടമാണ്, പക്ഷെ വിളിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അയ്യോ, നെക്സ്റ്റ് ടൈം നിങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, അയ്യോ ബിഗ് ബോസിലൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ് അല്ലേ. എന്നോട് എൻ്റെ ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബിഗ് ബോസിൽ പോകുമോ നീ വിളിച്ചാലേന്ന്. ഫസ്റ്റത്തെ കാര്യം നമ്മൾ വിളിക്കൂല, സെക്കൻഡ് വിളിച്ചാൽ ഞാൻ പോകില്ല. പക്ഷെ ഞാൻ പറഞ്ഞു അവരോട്, ഞാൻ പോകും, പോയാലെന്താ, പോയവരൊക്കെ നല്ല റീച്ച് ആയതാണല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളോട് മിണ്ടാൻ പാടില്ല, ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ബിഗ് ബോസ് എന്ന ഷോ പുറത്ത് ഇരിക്കുന്ന ആൾക്കാരുടെ മൈൻഡിൽ എത്രത്തോളം ഒരു മോശമായിട്ടുള്ള ഷോ ആയതുകൊണ്ടാണ് അത് ആൾക്കാർ കാണുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അവിടെയുള്ള വഴക്കും കുനിഷ്ടും കുന്നായ്മയും ഇതൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരായിരിക്കും അത് കാണുന്നത്. ഞാനും മേ ബി അതുകൊണ്ടായിരിക്കും കേട്ടോ കാണുന്നത്. 1 മണിക്കൂർ പോകുന്നതേ അറിയില്ല അല്ലേ. അവരുടെ വഴക്ക് ടാസ്കുകളൊന്നും കാണാൻ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. അഖിൽമാരാറിൻ്റെ, രഞ്ജിനി ഹരിദാസിൻ്റെ ഒക്കെ സീസണിലുള്ള വഴക്കുകളൊക്കെ അടിപൊളിയായിരുന്നില്ലേ, അതൊക്കെ കാണാനായിരുന്നു അല്ലേ എല്ലാവരും. പിന്നെ വറുത്തരച്ച ബീഫ് കറിയിൽ പൊട്ടറ്റോ ചേർക്കാറില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ പണ്ടൊക്കെ കഴിച്ച് ബീഫ് കറിയിൽ ഉണ്ടായിരുന്നു. അതിനിപ്പോൾ ബീഫിൻ്റെ കഷ്ണങ്ങൾ തികയാനിട്ടിട്ടതാണോ എന്ന് അറിയില്ല. ആ ഒരു ഓർമ്മയിലാണ് ഞാൻ ബീഫ് കറി അങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആളുകൾ എന്ത് വിചാരിക്കും എന്നുള്ളത് നോക്കിയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. മുന്നോട്ട് അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നു, മുന്നൊക്കെ അവർ അങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴൊന്നും അങ്ങനെ ചിന്തിക്കാറേ ഇല്ല എന്നുള്ളത് കറക്റ്റാണ്. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ ജിമ്മിൽ പോയിട്ട് ആ വർക്കൗട്ട് ചെയ്യണതിൻ്റെ കാര്യം തന്നെ. അത് ഞാൻ ആദ്യമൊക്കെ എപ്പോഴും ഞാനിനിയിപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ വ്യൂവേഴ്സ് എന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു തോട്ട് നമുക്ക് വരുമല്ലോ. അപ്പം ഞാൻ അതുകൊണ്ടാണ് മാക്സിമം ഞാൻ ജിമ്മിലുള്ള വ്ലോഗൊന്നും അധികം എടുക്കാത്തതും ഇടാത്തതും ഒക്കെ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞ് അങ്ങ് ചളാക്കണ്ട അല്ലേ. അപ്പോൾ ഞാൻ വേഗം പണികളൊക്കെ ഒരുക്കി മാറാലൊക്കെ ഒന്ന് തട്ടിയെടുക്കുകയാണ്. ഇനിയിപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെ പോയാലും ഇങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ അതിനൊക്കെ ഒന്ന് തട്ടിയെടുത്ത് അത് കഴിഞ്ഞിട്ട് എല്ലാവരുടെയും ഒന്ന് അടിച്ച് വാരിയെടുത്ത് അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നുണ്ട്. പിന്നെ ഞാൻ മേടിച്ച പുതിയ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഒരുപാട് പേര് പറയുന്നുണ്ട്, ചില ആൾക്കാർ ചേരുന്നില്ല എന്ന് പറയുന്നുണ്ട്. എനിക്കത് തോന്നാറുണ്ട്. അതൊരു ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്.
പക്ഷെ അത് ഇനി ഇട്ട് തീർക്കണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇടുന്നത്. പിന്നെ എനിക്ക് ന്യൂഡ് ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഇഷ്ടം. ഇനി അത് മേടിച്ചിട്ട് വേണം എനിക്ക്. ഇല്ല, ഇപ്പം എൻ്റെ കയ്യിലില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ വേഗം സിറ്റ് ഔട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇനി എന്താണ്, ഞാൻ കാണാറുണ്ട് ജിനിയെ, ഞാൻ കാണാറുണ്ട്. ഓക്കെ, ജിനി പാലക്കാട് എവിടെയാണ് ചോദിക്കുന്നുണ്ട്. നമ്മൾ കഞ്ചിക്കോട് ചുള്ളിമടയാണ് കേട്ടോ വീട്. എൻ്റെ വെയിറ്റ് 72 kg ഉണ്ട് ഇപ്പോഴും. എനിക്ക് ഇഷ്ടം പഴം, പപ്പടം, പിന്നെ നല്ല കുറച്ച് പഞ്ചസാര അല്ലേ, പഞ്ചസാര കൂട്ടി കഴിക്കാനാണോ ഇഷ്ടം? അപ്പോൾ എന്തായാലും നിങ്ങൾ അങ്ങനെ കഴിക്കൂ. ഞാനിതാ എൻ്റെ പണികളൊക്കെ ഒന്ന് വേഗം തീർത്തെടുക്കട്ടെ കേട്ടോ. നമുക്ക് FBയിലും ഇതുപോലെ ഒത്തിരി കമൻറ്റ്സ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് അങ്ങ് പോവാം അല്ലേ. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയണം. ഇതുവരെ നമ്മുടെ വ്ളോഗ് മുടങ്ങാണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ വേഗം ഒരു ലൈക്ക് അടിക്കുക കേട്ടോ. ലൈക്കും വേണം, അതുപോലെ ഒരു ഹാർട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണ്ടേ. അതേപോലെ ഇത്രയും ദിവസം നിങ്ങൾ കണ്ടതിൽ ആരിനെയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ സ്വഭാവമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യം. കറക്റ്റാണ്. നല്ല ഭംഗിക്ക് കുറേ കോൺസെപ്റ്റ് നമ്മൾ നാട്ടിൽ വെച്ചിട്ടുണ്ടല്ലോ. നല്ല നിറം, ഹൈറ്റ്, പാകത്തിന് വെയിറ്റ്, മൂക്ക് നീണ്ടത്, റെഡ് കളർ ലിപ്സ്, അങ്ങനെ മുടി ഇങ്ങനെ നീണ്ടത്, അങ്ങനെയൊക്കെ ആയിട്ട് ഭംഗി എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ മൈൻഡിൽ അങ്ങനെയല്ലേ വരിക. അത് നമ്മളെ തലമുറകളായിട്ട് കൈമാറിക്കൊണ്ട് വരുന്ന ഒരു കാര്യമാണ്. ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ? നിറത്തിലോ ഇതിലോ ഒന്നല്ല അല്ലേ കാര്യം, സ്വഭാവത്തിൽ. പിന്നെ വെൽ ഡ്രസ്സാണോ, അയാളുടെ ഒരു നല്ല വൃത്തിക്ക് ഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ, അതും ഒരു ഭംഗി തന്നെയാണ് കേട്ടോ. പിന്നെ ചിരിച്ച് സംസാരിക്കുന്നത്, ഒരാളോട് നല്ല രീതിയിൽ പെരുമാറുന്നത്, ഇതെല്ലാം ഭംഗിയാണ്. അതേപോലെ കുക്ക് ചെയ്ത് കൊടുക്കുന്നത്, അതും ഹാപ്പി ആയിട്ട് ചിരിച്ച് കൊടുക്കുന്നത്. ചിരി എങ്ങനെയാണെന്നൊന്നുമല്ല, ചിരിക്കാനുള്ള മനസ്സുണ്ടോ, അതെല്ലാം ഭംഗി തന്നെയാണ് കേട്ടോ. അതെല്ലാം ഭംഗിയുടെ കൂട്ടത്തിൽ കൂടും. അതുകൊണ്ട് തന്നെ സ്വഭാവമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭംഗി. കറക്റ്റാണ് കേട്ടോ, ഏറ്റവും വലിയ സൗന്ദര്യം. നമ്മളെയൊക്കെ എവിടേക്കോ പറഞ്ഞൊരു കഥയുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്ത്രീ ഭയങ്കര മോശം സ്വഭാവമൊക്കെ ആയിട്ട് ആ ഭംഗി കണ്ട് ഫസ്റ്റ് സൈറ്റിൽ നമുക്കൊരു ഭയങ്കര അട്രാക്ഷൻ തോന്നും. പിന്നെ അവരുടെ സ്വഭാവം നമ്മൾക്ക് എല്ലാവർക്കും ഇങ്ങനെ മനസ്സിലാവാൻ തുടങ്ങുമ്പോൾ നമുക്ക് പതിയെ ആ ഭംഗി ഒരു അഭംഗിയായിട്ട് തോന്നും. കാരണം എന്താ, സ്വഭാവം തന്നെയാണ് ഏറ്റവും നല്ല ഭംഗി കേട്ടോ. അതേപോലെ ഉണ്ടല്ലോ, എന്നെക്കുറിച്ച് കുറേ റൂമേഴ്സ് ഞാൻ കേൾക്കുന്നുണ്ട്. എൻ്റെ നാട്ടിലൊക്കെ അയ്യോ എനിക്ക് വയ്യ, എനിക്ക് ഭയങ്കര ജാടയായി എന്നൊക്കെ. ഞാൻ ആകെ അന്തം വിട്ടുപോയിട്ടോ. ഈ ഇടയ്ക്ക് എൻ്റെ ഒരു ഫങ്ഷൻ പോയിട്ടുണ്ടായിരുന്നു. കോയമ്പത്തൂരാണ്, എൻ്റെ കസിൻ്റെ ഫങ്ഷനായിരുന്നു. എൻ്റെ വേറൊരു കസിൻ എന്നെ അവിടുന്ന് കണ്ടിട്ടുണ്ട്, ഞാൻ ആ കസിനെ കണ്ടിട്ടില്ല. എന്നിട്ട് എന്നെ പോയി വന്നിട്ട് എത്രയോ ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് വാട്സാപ്പിൽ ഇങ്ങനെ സെലിബ്രിറ്റി ജിൻഷ എന്നാണ് എൻ്റെ ഫുൾ നെയിം, നിങ്ങളെ കണ്ടിട്ട് മൈൻഡാക്കിയില്ല, എന്താ ഒരു ജാട എന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആർക്കാണ് ജാട? അവരെ എന്നെ കണ്ടിട്ട് എന്നോട് വന്ന് മിണ്ടിയില്ല. ഞാൻ അവരെ കണ്ടിട്ടില്ല. കണ്ടു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പോയി മിണ്ടും. എനിക്കെന്താണെന്നറിയോ, എന്നെ നന്നായിട്ട് അറിയുന്ന ആൾക്കാരുടെ വായിന്നത് കേൾക്കുമ്പോഴാണ് നമുക്ക് വല്ലാത്തൊരു വിഷമം തോന്നുക. എന്നെ ഒട്ടും അറിയാത്ത ആൾക്കാർ എന്നോട് പറയുന്നത് എന്താ, ജിനിതാക്ക് ഒരു ജാടയില്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് സന്തോഷം, കാരണം എന്നെ ഒന്നും അവർക്കറിയില്ല, എന്നിട്ടും അവർക്ക് അങ്ങനെ പറയാൻ തോന്നുന്നുണ്ടല്ലോ എന്ന്. പക്ഷെ നമ്മളെ കുറേ അറിയുന്ന ആൾക്കാർ ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടല്ലോ, നെഞ്ചിൽക്ക് ഇങ്ങനെ കത്തിയെടുത്ത് കുത്തിയ പോലെ ഒരു വേദനയാണ്. അതേപോലെ നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാരങ്ങനെ പറഞ്ഞു എന്നൊക്കെ കേട്ടു കേട്ടോ ഞാൻ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളുടെ അടുത്താണ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനൊരു സംഭവമില്ല. എൻ്റെ ഫേസ് ഇനി പഠിച്ചവൻ അങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മളെ അറിയുന്ന ആരെ കണ്ടാലും ഞാൻ ചിരിക്കും. അറിയാത്ത ആൾക്കാരെ ഞാൻ ചിരിക്കണോ വേണ്ടിയോ, ചിരിച്ചാൽ അവർ തിരിച്ച് ചിരിക്കുകയോ, ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ചെറുപ്പം മുതലേ നമ്മുടെ മൈൻഡിൽ കയറ്റി തന്ന ഒരു സംഭവമല്ലേ. അറിയാത്ത ആൾക്കാരോട് ചിരിക്കാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെ.
എനിക്കിപ്പോഴും എൻ്റെ നാട്ടിൽ ഉള്ള കുറേ ആൾക്കാരെ അറിയില്ല. അത് എൻ്റെ ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. ഞാൻ ഫങ്ഷൻസിനൊക്കെ ഇപ്പം അടുത്താണ് പോകാൻ തുടങ്ങിയത്. ഇതിന് മുമ്പേ ഞാൻ അങ്ങ് നാട്ടിലുള്ള ഫങ്ഷൻസിന് കുറവാണ് പോകൽ. എന്നാലും ഒരു പ്രാവശ്യം കണ്ട് പിന്നെയും ചിലപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം കാണുമ്പോഴത്തേക്കും ഞാൻ മറന്നിട്ടുണ്ടാവും കേട്ടോ. എൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ തന്നെ എനിക്കറിയില്ല. എൻ്റെ സ്വന്തം വീട്ടിലുള്ള ആൾക്കാർ, അതായത് അവിടുത്തെ കസിൻസിനെയൊക്കെ അവിടെ നിന്നൊക്കെ 16-ാമത്തെ വയസ്സിൽ ഇങ്ങോട്ട് വിട്ടതാണ്. അവിടെയും ഫങ്ഷനും കാര്യങ്ങൾക്കൊക്കെ പോകാൻ ഭയങ്കര ഇതായിരുന്നു, മടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ചെറിയ പ്രായത്തിൽ. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വന്ന് യാതൊരു ടച്ചും പിന്നീട് അങ്ങോട്ടില്ലല്ലോ കുടുംബക്കാരുമായിട്ട്. എപ്പോഴെങ്കിലും പോവും, വീട്ടിലിരിക്കും, അത്യാവശ്യം അടുത്ത കുടുംബങ്ങളിൽ മാത്രം പോവും, തിരിച്ചു വരും, ഇങ്ങനെയല്ലേ. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ റിലേറ്റീവ്സിനെയൊന്നും ഫുള്ളായിട്ട് കണ്ടാലും ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അത് മേ ബി എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്. പക്ഷേ എനിക്ക് ജാട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, നമ്മൾ ജാടക്കാരിയൊന്നും അല്ല കേട്ടോ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എനിക്കെന്തിനാണ് ജാട? അതും കൂടെ നിങ്ങൾ തന്നെ എനിക്ക് പറഞ്ഞുതരാം. എനിക്കെന്തിനാണ് ജാട അതാദ്യം പറഞ്ഞതാ. കാരണം ഞാൻ എപ്പോഴും ഉള്ള പോലെ തന്നെയാണ് എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്ട്രാ വരുത്തിയത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നത് മാത്രമാണ്. പിന്നെ അതിൽ വീഡിയോസ് ഇടുന്നു, കുറച്ച് വീഡിയോസ് റീച്ചായി. എനിക്കിപ്പോൾ പണ്ടത്തെ റീച്ചൊന്നുമില്ല, എന്നിട്ടും ഞാൻ എന്തിനു ജാട കാണിക്കണം? പിന്നെ ഒരാളെ എപ്പോഴും കംപ്ലൈൻറ്റ് ആക്കുന്നത് എന്ത്, നിങ്ങളെനിക്ക് മറുപടി തരുന്നില്ല. ഇയാൾക്ക് ഞാൻ മറുപടി കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്, പക്ഷെ അയാൾ ഫുൾ വ്ളോഗ് കാണാണ്ട് എൻ്റെ മറുപടി കിട്ടാണ്ട് വീണ്ടും അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ എന്താ ചെയ്യുക? എനിക്കറിയില്ല. ഞാൻ ഇനി എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എപ്പോഴും ഞാൻ അയാൾക്ക് മറുപടി കൊടുക്കുന്നുണ്ട്, പക്ഷെ എന്താണെന്നറിയില്ല കേട്ടോ. പിന്നെ ഹായ്, അടിപൊളി ബീഫ്, എന്താ പറയുക, സൂപ്പറായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. താങ്ക് യു. അയൻകുട്ടി സൂപ്പറാ, അവൻ സുന്ദരഞ്ഞാന്നൊക്കെ പറയുന്നുണ്ട്. റിഹാൻകുട്ടിയും സുന്ദരഞ്ഞാണ് കേട്ടോ, അയൻകുട്ടി മാത്രമല്ല. അവനെ മാത്രം അങ്ങ് ശ്രദ്ധിക്കരുത്. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ വേഗം മാറാലേക്ക് ഒന്ന് തട്ടിയെടുക്കുകയാണ്. പെട്ടെന്ന് മാറാല പിടിക്കുന്നുണ്ട്, അപ്പോൾ വേഗം ഒന്ന് തട്ടിയെടുക്കണം. നമ്മൾ പുറത്തേക്ക് ഇറങ്ങണ വാതിലിൻ്റെ അവിടെ ദിവസവും തട്ടേണ്ട അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ വേഗം അതൊക്കെ ഒന്ന് ചെയ്ത് പിന്നെ അത് അടിച്ചു വാരി എടുക്കുന്നുണ്ട്. ഇനി എന്താണ് പരിപാടി? ഇനിയും കുറേ പരിപാടികളുണ്ട്. ഇത്രയും സമയം നിങ്ങൾ വ്ളോഗ് കണ്ടു വെച്ചാൽ ഒന്ന് പറയണേ. അതുപോലെ ബിഗ് ബോസ് തുടങ്ങിയ പിന്നെ അത് കഴിഞ്ഞിട്ടേ ഫുഡ് വരെ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണ്, ഹോട്ട്സ്റ്റാറിലാണോ കാണാറ്? പിന്നെ എന്താ പാലക്കാട് മഴയുണ്ടോ? ഇല്ല മുത്തേ, പാലക്കാട് മഴയില്ല കേട്ടോ. പക്ഷെ കുറേ ഭാഗത്തുണ്ട്. ഞങ്ങളുടെ നാട്ടിലുണ്ടല്ലോ, ഞങ്ങളുടെ പുഴപ്പാലത്തിൻ്റെ അവിടെ നിന്ന് ഒരാൾ വെള്ളത്തിൽ മുങ്ങിപ്പോയി. ബോഡി ഞാൻ വൈകുന്നേരം രാവിലെ വിളിക്കുന്നത് വരെ ബോഡി കിട്ടിയിട്ടില്ല. ഇപ്പോൾ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് വിളിച്ച് ചോദിക്കണം കേട്ടോ. അത് കേട്ടപ്പോൾ വല്ലാത്തൊരു ഇതായി. ഗൾഫിൽ നിന്ന് വന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഷാനവാസിനെ ഇഷ്ടമെന്ന് പറയുന്നുണ്ട്. ബിഗ് ബോസിൽ അല്ലേ, അയാൾ കുറച്ച് ഓവറല്ലേ. പിന്നെ ഇടിയപ്പം ഉണ്ടാക്കിയ സ്റ്റീമർ എത്ര തട്ടാണ്? 2 തട്ടേ ഉള്ളൂ കേട്ടോ. വില 1000 എത്ര ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 2 തട്ടേ ഉള്ളൂ. നമുക്ക് ഇഡലി ഒരുപാട് ആൾക്കാർക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ 2-3 പ്രാവശ്യമൊക്കെ ആവി കയറ്റി വെക്കേണ്ടി വരും. ഞങ്ങൾക്ക് തന്നെ 2 പ്രാവശ്യം വെക്കണം കേട്ടോ. പിന്നെ സൂപ്പർ വീഡിയോ, കുക്കിംഗ് സൂപ്പർ, ബീഫ് പുട്ട് ആണ് ബെസ്റ്റ് കോമ്പിനേഷൻ, എല്ലാം സൂപ്പർ. ഓക്കെ, താങ്ക് യു സോ മച്ച്, ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉഴുന്നുവട അധികം കഴിക്കണ്ട കേട്ടോ, എണ്ണയിൽ മുക്കി പൊരിച്ചതല്ലേ. ഓക്കെ, കൊളസ്ട്രോൾ കൂടും, ബിഗ് ബോസ് കാണണ്ട എന്ന് പറയുന്നുണ്ട് എന്നോട്. അതെന്താ ബിഗ് ബോസ് കാണണ്ട എന്ന് പറയുന്നത്? നമ്മളങ്ങനെ വഴക്ക് കൂടുമെന്ന് വിചാരിച്ചിട്ടാണോ? എന്ത് കണ്ടില്ലെങ്കിലും നമ്മൾ അങ്ങനെ വഴക്കുണ്ടാക്കില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ വേഗം തീർത്തെടുക്കുകയാണ്. ഇന്ന് നമ്മൾ വെങ്കായ ചാറും അതുപോലെ ഉപ്പേരിയും പിന്നെ പപ്പടം, ചോറ്, ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഫുഡ്. കാരണം ബിരിയാണി, ചിക്കൻ, മട്ടൻ, ബീഫ് ഇതെല്ലാം കഴിച്ചിട്ടൊരു മപ്പല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഹാങ് ഓവർ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ബിരിയാണി വെച്ചതിൻ്റെ ദിവസം നമ്മൾ മാക്സിമം വളരെ കുറഞ്ഞ ഫുഡ് തന്നെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി അടുക്കളയ്ക്ക് ഒന്ന് വേഗം ക്ലീൻ ചെയ്തെടുക്കുകയാണ്. പിന്നെ തേങ്ങയ്ക്ക് പൊളിച്ച് ഇനി ഇതെല്ലാം ചിരവിയെടുക്കണം. അതേപോലെ എന്താ പറയുക, നമുക്ക് കറി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ കറിയുടെ മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ചിന്തിക്കാനും കമൻ്റ് ആക്കാനും
എന്താ പറയുക കൂടുതൽ മനസ്സിലാക്കാനും പറ്റിയ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിൽ എന്തൊക്കെ മനസ്സിലാക്കി, എന്തൊക്കെ നിങ്ങൾ ചിന്തിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്യാം. എൻ്റെ സന്തോഷത്തിൻ്റെ താക്കോൽ എന്നിൽ തന്നെയാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിലാണ് ജീവിതത്തിലെ തിരിച്ചറിവുകൾ തുടങ്ങുന്നത് എന്ന് പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിങ്ങനെ ദിവസം ഓരോ സംഭവങ്ങൾ ഇട്ടുതരാം നിങ്ങൾക്ക്. അപ്പോൾ അതൊരു രസമല്ലേ കേൾക്കാനും, നമുക്ക് കുറേ ചിന്തിക്കാനൊക്കെ ഉണ്ടാവുമല്ലോ. അതായത് എൻ്റെ സന്തോഷത്തിൻ്റെ താക്കോൽ എന്നിൽ തന്നെയാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിലാണ് ജീവിതത്തിലെ തിരിച്ചറിവുകൾ തുടങ്ങുന്നത്. പണ്ടൊക്കെ നമ്മളെല്ലാവരും എനിക്ക് നിങ്ങൾ സന്തോഷം തന്നില്ലല്ലോ, എനിക്ക് നിങ്ങൾ അത് വാങ്ങിച്ചെന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഹാപ്പി ഇല്ല, എനിക്ക് ഇങ്ങനെ വേണം അങ്ങനെ വേണം, അതുകൊണ്ട് എനിക്ക് ഒട്ടും സന്തോഷമില്ല എന്നൊക്കെ ഒരുപാട് ഡയലോഗ് അടിച്ചിട്ടുണ്ടാവും അല്ലേ. ഞാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒരുപാട്. എൻ്റെ ഹസ്ബൻഡിനോട് തന്നെയാണ് കേട്ടോ മാക്സിമം പറഞ്ഞിട്ടുള്ളതും. അത് തന്നില്ല, അല്ലെങ്കിൽ ഇത് തന്നില്ല, എനിക്ക് സന്തോഷമില്ല, നിങ്ങളുടെ എന്താണ് നിങ്ങളുടേത് അങ്ങനെ പോയി, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ടൂർ പോയി, എനിക്കെന്ത് സന്തോഷം. പക്ഷേ ഇതെല്ലാം തിരിച്ചറിയുന്ന ഒരു നിമിഷം ആഫ്റ്റർ 30 സത്യമായിട്ട് എൻ്റെ ലൈഫിൽ കുറേ കാര്യങ്ങൾ ഞാൻ തിരിച്ചറിഞ്ഞത് ഒക്കെ 30 വയസ്സ്, അതൊരു ടേണിങ് പോയിൻ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് പക്വത അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നു. പക്വത ഏജിലൊന്നല്ല, പക്ഷേ എൻ്റെ ഒരു ഇത് സംബന്ധിച്ചിട്ട് എനിക്ക് അങ്ങനെയാണ് വന്നത് കേട്ടോ. ഒരുപാട് ക്ഷമ വന്നിട്ടുണ്ട്. സംസാരിക്കുമ്പോൾ ഒത്തിരി ആലോചിക്കാറുണ്ട്. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ ഒത്തിരി ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയില്ല. പക്ഷേ നമ്മൾ വലിയ ആൾക്കാരോട് സംസാരിക്കുമ്പം, ദേഷ്യം വന്നിട്ട് സംസാരിക്കുമ്പം, സങ്കടം വന്നിട്ട് സംസാരിക്കുമ്പോൾ, സന്തോഷം വന്നിട്ട് സംസാരിക്കുമ്പോൾ ഇതിനൊക്കെ ഒരു കൺട്രോൾ വയ്ക്കണം. ആ കൺട്രോൾ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും ഒക്കെ താക്കോല് നമ്മുടെ കയ്യിൽ ഇരിക്കത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ അങ്ങ് മനസ്സിലാക്കിയിട്ട് ജീവിച്ച് പോവുക. ഓക്കെ. പിന്നെ ഞാൻ എൻ്റെ പണികളൊക്കെ ഏറെക്കുറെ തീർത്തിട്ടുണ്ട്. നെയ്യ് ഞാൻ എടുക്കുന്ന വീഡിയോ ഒരു പ്രാവശ്യം കാണിച്ചാണ്, എന്നാലും കാണാത്തവരുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചു. പാൽപ്പാട നമ്മൾ എത്ര ദിവസം സ്റ്റോർ ചെയ്ത് വെക്കണം എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ ഇങ്ങനെ ഒരു പാത്രത്തിൽ നിറയണ വരെ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ചിലപ്പോൾ 2 പാത്രം ആവാറുണ്ട് കേട്ടോ. എത്ര പാത്രമായാലും പാൽപ്പാട കേടൊന്നും വരില്ല, നമുക്ക് നല്ല ബട്ടറും ഒക്കെ കിട്ടും കേട്ടോ അതിന്ന്. പക്ഷെ ഒരുപാടങ്ങ് എടുത്ത് വെക്കരുത്. അറ്റ്ലീസ്റ്റ് മന്ത്ലി വൺസ് എങ്കിലും നമ്മൾ എടുത്തിരിക്കണം കേട്ടോ. എന്നിട്ട് വെണ്ണയൊക്കെ എടുത്ത് 3-4 പ്രാവശ്യമെങ്കിലും അതിനെ ഒന്ന് കഴുകിയെടുത്ത ശേഷം നമുക്കിതുപോലെ മെൽട്ടാക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക. ഇത് പതിയെ നെയ്യാവും. അപ്പോൾ എന്നോട് ഇങ്ങനെ മിക്സിയിൽ അടിക്കാണ്ട് തന്നെ ഇത് നെയ്യാക്കാൻ പറ്റുമല്ലോ എന്ന് കുറേയല്ല 1-2 പേര് പറഞ്ഞിട്ടുണ്ട്. അത് ഒരുപാട് ടൈം എടുക്കും. നമ്മുടെ ഗ്യാസിൻ്റെ അടപ്പങ്ങ് തെറിച്ച് പോകും, അത്രയും ടൈം എടുക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ബട്ടർ ആക്കുന്നത്. അതുപോലെ ബട്ടർ ആക്കി കഴിഞ്ഞാൽ എനിക്ക് ബട്ടറായിട്ടും എടുത്തു വെക്കാനും പറ്റും. അപ്പോൾ 2 ഗുണങ്ങൾ. പെട്ടെന്ന് നമുക്ക് നെയ്യാക്കാൻ പറ്റും, ബട്ടർ എടുക്കാൻ പറ്റും, ഗ്യാസ് ഒരുപാട് പോകത്തുമില്ല. അപ്പോൾ നെയ്യ് റെഡി ആയിട്ടുണ്ട്. ഞാൻ വേഗം അതിനെ ഒന്ന് അരിച്ചെടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിൽ വന്ന ശേഷം ഡിന്നറും കാര്യങ്ങളൊക്കെ റെഡിയായി കൊടുക്കണം. അവർ വരുമ്പോൾ ജിനിമ വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് തന്നെ വരുള്ളൂ കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഓരോ സമയത്തും ഇന്ന് എന്തുണ്ടാക്കി കൊടുക്കും എന്നുള്ള ആലോചനയാണല്ലോ നമുക്ക്. അവർക്കിങ്ങനെ വെറൈറ്റി കഴിക്കും വേണം. അപ്പോൾ എന്തുണ്ടാക്കും അങ്ങനെയൊക്കെ ഒരു ഇതാണ്. അങ്ങനെ ഈവനിങ് ഒക്കെ ആയപ്പോൾ നമ്മൾ കുറച്ച് നേരം പുറത്തൊക്കെ പോയി അങ്ങനെ നിന്ന്, എന്താ പറയുക, കുട്ടികൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവർക്കൊരു സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പറയില്ലല്ലോ എനിക്ക് പിന്നെ ക്യാമറ എങ്ങനെയുണ്ട്? വീഡിയോ എടുക്കണ്ട, ഞാൻ സെലിബ്രേറ്റ് ചെയ്യാണ്. ചോദിച്ചും പറഞ്ഞൊക്കെ എടുക്കണ്ടേ? കഞ്ഞി ഇതിൽ കുടിക്കുമോ ചോദിക്കേണ്ട ആൾക്കാർ. കുടിക്കുമോ? കിട്ടുമോ? നമുക്കൊരു ചാലഞ്ചായിട്ട് ഏറ്റെടുത്താലോ? ചോറ് അല്ലെങ്കിൽ കഞ്ഞി ഇതിൽ. ഇപ്പം നീ ബ്രെഡ് വരെ കഴിച്ചില്ലേ, ഇനി കഞ്ഞി. ഓക്കെ. എങ്ങനെയുണ്ട് സംഭവം? എങ്ങനെയുണ്ട്? ആണോ?
അപ്പോൾ എന്തായാലും പിള്ളേർ കഴിക്കുന്ന ആ ഒരു സാധനത്തിൻ്റെ റെസിപ്പി കാണിക്കാണ്ടിരുന്ന മോശമല്ലേ. അവനക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. ഇപ്പോൾ പിന്നെ കുറേ മാറി വരുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടെ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ വേറെ ലെവലിലോട്ട് കൊണ്ടുവരാമല്ലോ. ഞാനത് മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നോക്കാം. അപ്പോൾ അയൻകുട്ടിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ വീഡിയോസൊക്കെ ചെയ്യാനും ഒക്കെ. ഞാനിപ്പം അങ്ങ് ഇൻസ്റ്റ തുറന്ന് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, കുറച്ചും കൂടി കഴിയട്ടെ എന്നിട്ട് നോക്കാം അല്ലേ. അവന് വീഡിയോസൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏത് ടൈപ്പ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും ഭംഗി എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫുഡ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള പച്ചക്കറിയും കാര്യങ്ങളും എല്ലാം ഉള്ളിയും ഒക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ് ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യത്തിന് ഇന്ന് കുറേ കമൻറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഏതെങ്കിലും ഒരെണ്ണം ഓർമ്മയുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ വ്ളോഗ് വരുമ്പോൾ തന്നെ അങ്ങ് കമൻറ്റ് ചെയ്ത് വിട്ടാലും മതി. പിന്നെ നമ്മുടെ ഇതിൽ ഒന്ന് ഹൈപ്പ് കൊടുക്കണേ, പോയിൻറ്റ്സ് കയറും. അപ്പോൾ അതൊന്ന് കൊടുത്ത് ഹെൽപ്പ് ചെയ്യണം. കമൻറ്റ് ബോക്സിൻ്റെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടൊന്ന് സ്വൈപ്പ് ചെയ്താൽ മതി, അപ്പം കിട്ടും കേട്ടോ ഒരു ഹൈപ്പ് എന്നുള്ളൊരു സംഭവം. അപ്പോൾ ഞാനും വേഗം വെജിറ്റബിളും കാര്യങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ വഴറ്റിയെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലോട്ട് ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് അങ്ങ് വഴറ്റിയിട്ട് നമുക്കിത് വേഗം ക്ലോസ് ചെയ്ത് വെക്കാം, പെട്ടെന്നൊന്നായി കിട്ടട്ടെ. അപ്പോഴത്തേക്കും നമുക്കിവിടെ പൊടികളൊക്കെ റെഡിയാക്കി വെക്കണം. ഞാനിവിടെ ഒരു 1/4 സ്പൂൺ ചില്ലി ഫ്ലെക്സ്, പിന്നെ ചിക്കൻ മസാല, അതുപോലെ മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് വീണ്ടും നന്നായി ഇളക്കിയെടുത്ത ശേഷം സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലുണ്ടല്ലോ റെഡ് ചില്ലി സോസും ടൊമാറ്റോ സോസും അതുപോലെ സോയാ സോസും പിന്നെ നമ്മുടെ ഷെസ്വാൻ സോസ്, ഈ 4 സോസും കൂടെ കുറച്ച് എടുത്ത് മിക്സ് ചെയ്തതാണ് ഈ ഒരു സംഭവം. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. ഷെസ്വാൻ സോസ് ഇല്ലെങ്കിൽ ഈ 3 സോസും മാത്രം മതി, അതും നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായി ഇളക്കി അങ്ങ് മറിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് നല്ല മൊസറല്ല ചീസൊക്കെയാണ്, പക്ഷേ എൻ്റെ കയ്യിൽ അതുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ സ്ലൈസ് വെച്ച് കൊടുത്തു. സ്ലൈസ് ഉണ്ടെങ്കിലും കുറേ വേണം, ആകെ 2 സ്ലൈസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നും പറഞ്ഞ് അതങ്ങ് വെച്ച് കൊടുത്തു. ഇത് അടച്ച് വെച്ചിട്ട് ഇതങ്ങ് മെൽറ്റ് ആവട്ടെ കേട്ടോ. ഇതിൻ്റെ മുകളിലോട്ട് നല്ലൊരു മൊഞ്ചൊക്കെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലേക്ക് അങ്ങ് തൂകിയെടുത്തു. മല്ലിയില ഇല്ലാത്ത കറികളില്ല ജിനിത്താക്ക് എന്നുള്ള കമൻറ്റ് ഇപ്പോൾ വരും. അപ്പോൾ എന്തായാലും ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവട്ടെ. ആയിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ ചീസോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഞാൻ ഈ ചീസ് എല്ലാം അവിടെ എത്തട്ടെ എന്ന് പറഞ്ഞ് നന്നായി അങ്ങ് മിക്സ് ആക്കി എടുത്തു കേട്ടോ. എന്നിട്ട് പ്ലേറ്റിൽ സെർവ് ചെയ്ത് പിള്ളേർക്ക് അങ്ങ് കൊടുത്തു. പിള്ളേർ ഹാപ്പി, ഞാനും ഹാപ്പി. അപ്പോൾ നമ്മുടെ വ്ളോഗ് കണ്ടിട്ട് നിങ്ങൾ ഹാപ്പി ആയോ എന്നുള്ളതും കൂടെ അത് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇന്ന് എൻ്റെ വ്ളോഗിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഹർട്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സോറി ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും തുടർന്നുള്ള വീഡിയോ ഒക്കെ കിട്ടാനും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മളെ FB പേജ്, ഇൻസ്റ്റാ പേജ്, യൂട്യൂബ് ചാനലൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.